ചാലക്കുടി നഗരസഭയുടെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് നവീകരണത്തിനായി IRTCയെ ചുമതലപ്പെടുത്തി. അടിയന്തര നടപടികൾക്ക് കൗൺസിൽ അംഗീകാരം. ശുചിത്വ മിഷൻ ഫണ്ട് ഉപയോഗിച്ച് പ്ലാന്റ് ആധുനികവൽക്കരിക്കാനാണ് തീരുമാനം. മാലിന്യ സംസ്കരണ രീതികളിൽ ആവശ്യമായ സാങ്കേതിക മാറ്റങ്ങൾ ഉൾപ്പെടുത്തുമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. പോട്ടയിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി നഗരസഭയുടെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് കാലപ്പഴക്കവും നിലവിലെ സംസ്കരണ സംവിധാനത്തിലെ പരിമിതികളും കാരണം പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് നവീകരണ പദ്ധതി മുന്നോട്ടു പോകുന്നത്. ശുചിത്വ മിഷൻ അനുവദിച്ച 57 ലക്ഷം രൂപയുടെ പദ്ധതിയിലൂടെയാണ് നവീകരണം നടപ്പാക്കുന്നത്. പദ്ധതിയുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കാൻ പാലക്കാട് ആസ്ഥാനമായ സർക്കാർ അംഗീകൃത ഏജൻസിയായ KRTCയെ കൗൺസിൽ ചുമതലപ്പെടുത്തി. പ്ലാന്റിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം നിലവിലുള്ള മാലിന്യ സംസ്കരണ രീതികളിൽ ആവശ്യമായ സാങ്കേതിക മാറ്റങ്ങൾ ഉൾപ്പെടുത്തുമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. മാർക്കറ്റിൽ നിന്നുള്ള പച്ചക്കറി മാലിന്യങ്ങൾ അതേ സ്ഥലത്ത് തന്നെ സംസ്കരിക്കാനുള്ള സാധ്യത പരിശോധിക്കാനും മണ്ണിര കമ്പോസ്റ്റ് സംവിധാനം വീണ്ടും ആരംഭിക്കാനും കൗൺസിൽ അംഗീകാരം നൽകി. സമീപവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യ വികസനവും പദ്ധതിയിൽ ഉൾപ്പെടുത്തും. അതേസമയം നഗരസഭയുടെ മറ്റ് വികസന വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി. കോസ്മോസ് ക്ലബിന് സമീപത്തെ 11 ഏക്കർ ഭൂമി കളിസ്ഥലത്തിനായി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കാനും തീരുമാനിച്ചു. ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ ടർഫ് മൈതാന നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാൻ കായിക വകുപ്പിനോട് ആവശ്യപ്പെടും. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ദിവസവേതന തൊഴിലാളികളുടെ സേവനം തുടരാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കാനും കൗൺസിൽ തീരുമാനിച്ചു. യോഗത്തിൽ ചെയർപേഴ്സൺ ആലിസ് ഷിബു അധ്യക്ഷത വഹിച്ചു. മീഡിയ ടൈം, ചാലക്കുടി.